Then friends, what's up gamers? Welcome back to this new video. Okay, അപ്പൊ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പോൾ എല്ലാവരും സഹായിക്കണം, അനുഗ്രഹിക്കണം. അപ്പോൾ ഇപ്രാവശ്യത്തെ മൈൻക്രാഫ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പുതിയ യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ നമുക്കിപ്പോൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യണം. പബ്ലിക് അക്കൗണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സെറ്റ് ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം മക്കളെ. വെയിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, നമുക്ക് തിരിച്ചു കയറാം. തിരിച്ചു മേലോട്ട് കയറാം. അപ്പൊ നമുക്ക് നേരെ കയറാം. എന്തായാലും ഈ പ്രാവശ്യത്തെ ഒരു പോക്ക് വെച്ചത് ഞാൻ അങ്ങോട്ടല്ലേ പോയിക്കൊണ്ടില്ല. ഞാൻ മരം വെച്ചത് ഇവിടുന്ന് മരം വെട്ടാൻ പ്ലാൻ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനൊന്ന് അത് പറയാൻ പറ്റില്ലാത്ത അവസരമാണ്. ഓക്കെ അതൊന്നും പറയാൻ പറ്റത്തില്ല. ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാനൊന്ന് ജസ്റ്റ് വിട്ടോട്ടെ. രക്ഷപ്പെടാൻ വേണ്ടിട്ടാടോ. ഇപ്പൊ ഞാൻ എനിക്കെന്തോ പണി കിട്ടിയതാ. അപ്പൊ ഏതായാലും ഇവിടെ വന്നെത്തിക്കോ. ഓക്കെ ഗായ്സ്, നമുക്ക് നേരെ കൊണ്ടുവരാം. ഓക്കെ, ഇത് ലാവായിട്ട് നമ്മള് നമ്മുടെ പുതിയൊരു വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് നമ്മള് ആദ്യമായിട്ട് പണിത വീടാണ്. ചുമ്മാ പണിതാണ്. അത് തുറക്കെ പെട്ടെന്നില്ലെങ്കിൽ സോംബീസൊക്കെ വന്നു എന്നെ. ഓക്കെ, അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി. ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കണം. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഇവിടെ കിടക്കാം. എന്തായാലും ബാക്കി രാവിലെ തീർക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഒരു ചെറിയ വർക്കൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. എന്റെ വീട് അത്ര സെറ്റപ്പായെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നതിന് ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാല് ഞാൻ മറ്റേ സാധനം കോർഡിനേറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ. ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടാ. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം എന്റെ വീട്. കണ്ടോ, എന്നാ ഭയങ്കര ഭംഗിയല്ലേ. അപ്പൊ ഇപ്രാവശ്യത്തെ ഇതില് പറയുകയാണെങ്കിൽ എന്റെ വീട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫുഡില്ല, ഫുഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമല്ലോ. ഇവിടെ കുറച്ച് മരമൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും മരമൊക്കെ വെട്ടാം. തൊട്ടടുത്ത് തന്നെ മരവും ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചാ മരമൊക്കെ വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവസ്ഥ. ഇതൊന്നും വെട്ടാൻ പറ്റത്തില്ല തോന്നുന്നല്ലേ. നമുക്ക് വെട്ടാം. താഴ്ന്നത് ഭാഗ്യമില്ല. ഓക്കേ, പീപ്പിനെ കൊല്ലണ്ട. പീപ്പിനേശം ഞാൻ കൊന്നതാ. കൊന്നല്ലേ ബെഡ് ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് ഇൻവെന്ററിയില് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റോൺ മൈൻ ചെയ്യാൻ പോണം. പക്ഷെ ഇപ്പൊ സ്റ്റോൺ മൈൻ ചെയ്യുന്നതിന് ഒരു പ്രശ്നമുണ്ടേ. എന്താന്ന് വെച്ചാല് അപ്പൊ നമ്മുടെ പുതിയ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ കാര്യം ഞാൻ പറയാൻ മറന്നു പോയി. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം ഐഡിനെ കുറിച്ചാണ്. കാര്യം ഞാൻ പറയാൻ മറന്നു പോയെന്നോ ഒരു സംശയത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് നല്ല മരമൊക്കെ വെട്ടിയിട്ട് വരാം. ഫുഡൊക്കെ എന്തായാലും റെഡി ആക്കണം. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പച്ചക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം. മരം അങ്ങോട്ട് വെച്ച് തുടങ്ങാം. മരമൊക്കെ വെട്ടി തുടങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് ചെസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കാതെ വേറെ വഴിയില്ല.
ഫ്രണ്ടിൽ മരം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പം എൻ്റെ പുതിയ പുതിയ പ്ലാനുകളാണ് ഇപ്പം ഞാൻ ഈ ലെറ്റ്സ് പ്ലേയിലൂടെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ലെറ്റ്സ് പ്ലേയിലൂടെ ഞാൻ കരുതുന്ന സാധനങ്ങൾ കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് ലെറ്റ്സ് പ്ലേയിലൂടെ നേടാൻ കഴിയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിവിടെ എന്തായാലും പറഞ്ഞതാ. അപ്പൊ മറക്കാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കെ. അപ്പൊ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, സ്ക്രീനിൽ ഷോ ആയിക്കൊണ്ടിരിക്കുന്ന സ്ക്രീനിലുണ്ട്. ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം ID. അപ്പൊ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്താണെന്ന് അറിയത്തില്ല. മഴ എടുത്ത് തന്നെ വീട് പണിതിട്ട് എന്താണെന്നുള്ളത് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒറ്റൊരു വഴി ഇതേ ഉള്ളൂ. അവന്മാര് വരുമെന്ന് അറിയത്തില്ല. കാലമാടങ്ങാനും ചെസ്റ്റ് സെറ്റാക്കാതെ ഇവിടെ എവിടെയെങ്കിലും ചെസ്റ്റ് സെറ്റാണ്. ഈ സൈഡിൽ ഫർണസ് ഈ സൈഡിലേക്കാണ്. നമുക്കിപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം എനിക്കിപ്പോ ഒരു ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിച്ചോ? അടുത്തൊരു ചെസ്റ്റ് എന്തായാലും വേണം നമുക്ക്. ഇവിടെ നമ്മുടെ പുറത്ത് കുറച്ച് ഇതൊക്കെ കൊടുക്കാം. ഇവിടെ വെക്കാം. ഇപ്പോൾ ആ ഭാഗത്ത് പറഞ്ഞിട്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് ഫർണസ് അവിടെ നിന്ന് മാറ്റാം. എന്തായാലും ഇവിടെ അപ്പൊ ക്രാഫ്റ്റിംഗ് ഫർണസ് ഉണ്ടാക്കാം. എന്നാലും എങ്ങനെയെങ്കിലും വെളി പറഞ്ഞു കിട്ടുകയാണെങ്കിൽ നോക്കാം. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്നാലും ഞാൻ നോക്കാം. മാക്സിമം വീരാറായി. അപ്പോൾ ഒരു നേരം കൂടി വെച്ചിട്ട് ഇവിടെ ഒരു മരം മിസ് കിടപ്പുണ്ട്. നമുക്കിത് വെക്കാം.
ഓക്കെ, നമുക്കിത് ഓക്കെ, അങ്ങനെ അതും കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ചും കൂടി ഉണ്ട് മരമൊക്കെ. എന്തായാലും നമുക്കിതൊക്കെ വെട്ടി കൊണ്ടുപോകാൻ പറ്റിയ അവസ്ഥയാണ്. മാക്സിമം പൊട്ടി മാക്സിമം പൊട്ടി മാക്സിമം പൊട്ടി. ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് കുന്തം കൊണ്ട് നടക്കാം. ഇത് നല്ല സാധനമല്ലേ? എന്നൊക്കെ യൂസേജിനാ കൊള്ളാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു 6 ഉണ്ടാക്കിയാൽ തോടുണ്ടാക്കണമെങ്കിൽ പ്ലാങ്ക് എനിക്കിപ്പോ ഒരു ആക്സിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഒരു ശവം ഇരിക്കട്ടെ, ആവശ്യം വരും. നമുക്ക് ശവനെ ടൂൾസ് ഒക്കെ ഈ ചെസ്റ്റില് ഫസ്റ്റ് ടൈമിലുള്ള വുഡൻസ് ഫിയറും നമുക്ക് ആവശ്യമുള്ളതാ. ഒരു ആക്സ് റെഡി. ഇത് നമുക്ക് കോള് മൈൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവെക്കാം. എന്നിട്ട് ഇവിടെ അയൺ വെക്കാം. എന്നിട്ട് ഇവിടെ ഗോൾഡ് വെക്കാം. എന്നിട്ട് ബാക്കി എന്താ പറയാ, ഇപ്പഴത്തെ ഡയമണ്ട് അല്ലെ ഇപ്പോഴത്തെ ടൂൾസ് ആണ്. അകത്ത് നമുക്കൊരു സെറ്റപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അകത്താണ് ഇവിടെ കോപ്പർ വെക്കാം. പിന്നെ ഇവിടെ ഡയമണ്ട് വെക്കാം. ഇവിടെ എമറാൾഡ്. എത്ര സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ പേഴ്സണൽ ഐറ്റംസ് ആർമേഴ്സ്, പല ടൈപ്പ് ആർമേഴ്സ് ചെയ്യും. ഏതൊക്കെയാണെന്ന് വെച്ചാല് ഇപ്പൊ ആദ്യത്തെ ആർമർ, രണ്ടാമത്തെ ആർമർ, മൂന്നാമത്തെ ആർമർ, നാലാമത്തെ ആർമർ, അഞ്ചാമത്തെ ജോഡി 5 ജോഡി ആർമർ ഇതിനകത്തുണ്ടാവും. പിന്നെ അറിയാവുന്ന അത്രയും ആർമർസ് ഒക്കെ യൂസ് ചെയ്യാവുന്നുള്ളു. ആദ്യം ദിവസം കഴിഞ്ഞ് നല്ല 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ബാക്കി എന്തായാലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അങ്ങനെയാണല്ലേ കാര്യം. ഓക്കെ ഗായ്സ്, അടുത്ത മരം ഇവിടെ കിട്ടിയിട്ടുണ്ടേ. അടുത്ത മരം നമുക്ക് അടുത്ത മരം വെട്ടുമ്പോഴത്തേക്ക് ഒരു കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം ഞാൻ ആദ്യമായിട്ട് തന്നെ ഇപ്പൊ സർവൈവല് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സ്റ്റാർട്ട് ചെയ്തിട്ടൊരു ഇതായിട്ടൊന്നും എനിക്കറിഞ്ഞൂടാ. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. എൻ്റെ സർവൈവലില് എനിമീസ് ഉണ്ടെങ്കിലും എനിമീസ് ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തെടുക്കാവുന്നതേ. ഇതും കൂടി ഒന്ന് മൈൻഡ് ചെയ്തെടുത്ത് ഓക്കെ. ഇത് ഒരെണ്ണം കൂടി ഉണ്ട്. എവിടെ നിന്നൊക്കെ അടി വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അടി വരുവാണെങ്കിൽ അടിച്ച് തള്ളിക്കളയണം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ നിന്ന് എന്തോ വീണെന്ന്. അപ്പൊ ഇത്രയും മരം മതിയോ? ഞാനാലോചിക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ നിറച്ച് മരമുണ്ട്. ഈ ഭാഗമൊക്കെ പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് അതിനായിട്ട് പോയാൽ കുറേ ഇതുണ്ടാവും. കേവ് ഉണ്ടോന്ന് അറിയത്തില്ല. കേവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ മൈൻസ് പോകാം. പക്ഷെ ടോർച്ച് ഒക്കെ സെറ്റ് ആക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാണ്ട് വരും. നല്ല സ്റ്റോൺ ഏജിലുള്ള ആ ഭാഗത്ത് സ്റ്റോൺ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോ അത് അവിടെ മൈൻ ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. ഞാന് സ്റ്റോൺ എന്തായാലും കിട്ടാതിരിക്കില്ല.
അടിയിലൊരു കേവ് ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോയാൽ സ്കെലറ്റൻ ഡാണാക്കി സ്റ്റോൺ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുവാണേ. കാരണം പണ്ടാരം 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 വിട്ട് 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 ഓക്കെ. അപ്പൊ ഇവിടെ മഞ്ഞുണ്ട്. ഈ പ്ലേസിൽ എന്തേലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഞാൻ എല്ലാവരും പറയാണ്. ഇവിടെ കുറച്ച് മഞ്ഞൊക്കെ കിടപ്പുണ്ട്, മഞ്ഞുരുകിയ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. ആ, ഇവിടെ തന്നെ അയൺ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും കിട്ടും ഗൈസ്, എന്തായാലും കിട്ടും. ഓക്കെ, സെറ്റ്. അമ്മേ, ഇതെന്തുവാടെ പാമ്പ് ശല്യം കഴിഞ്ഞില്ലേ? സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. സ്റ്റോൺ കുറച്ച് അതേണ്ട ഇവിടെ കുറച്ച് സ്റ്റോൺ കിടപ്പുണ്ട്, എന്നാലും ഞാനത് സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? അതേണ്ട ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ. നമ്മുടെ സീരീസിലെ ഏറ്റവും വലിയ സാധനമാണ് ഇപ്പൊ കിട്ടിയത്. പിന്നെ കുറച്ച് സ്റ്റോൺ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഫോണിൽ കളിക്കാൻ ചെയ്യുന്നു, ചിലക്കാൻ ചെയ്യുന്നു, കേൾക്കാൻ സമ്മതിക്കുമല്ല. പാമ്പിന്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, പാമ്പ് വെണ്ണിങ് അറിയാൻ പറ്റും. അപ്പുറത്തുണ്ട്, അപ്പുറത്തുണ്ട് വെറുതെയടപ്പം. അതാണോ എന്നെ അടച്ചിട്ടു? പ്രാവശ്യം രക്ഷപ്പെടാൻ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നിൽക്കാണ്ട് ആർഡാണല്ലേ എന്തൊക്കെയാണ്. ഓക്കെ, ഇത്ര സെറ്റപ്പ് ഒക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സാധനങ്ങളായിരുന്നു, പക്ഷെ സ്റ്റോൺ കൊണ്ട് പിക്കാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിയുമോ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറയുന്നത് പിക്കാക്സ് ആയിരിക്കും വേണ്ടത്. സ്റ്റോൺ ആക്സ് വേണ്ട, സ്റ്റോൺ പിക്കാക്സ് ഒരെണ്ണം എടുത്ത് കിട്ടി. സ്റ്റോൺ ആക്സ് ഒരെണ്ണം ഇരിക്കട്ടെ. പിന്നെ ലാസ്റ്റ് വരുന്നു സ്റ്റോൺ സോഡ്. നിങ്ങൾക്ക് പ്രായം ചെന്ന നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റോൺ എവിടെ വെക്കാണ്ട് പ്രോപ്പർ വേണ്ട. ഇവിടെ സ്റ്റോൺ വെക്കാം. സ്റ്റോളാണ്.
സ്റ്റോറിയാ. ഇന്ത്യനായോ ചുരിദാറുകാരിയും പ്രേമിച്ചിട്ട് വന്നാക്കുന്ന നായ. ആയിരം രൂപ കൂടുതലായ 1000 രൂപ കൂടുതൽ വന്നല്ലോ. പരിപാടിക്കാം. എപ്പിസോഡ് കാണാൻ കൊണ്ടുപോകണമെന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. കാര്യം പറഞ്ഞില്ല. വില ചോദിച്ചത് വില ചോദിച്ചപ്പോ 600-700 പറഞ്ഞാണ്. അപ്പൊ തന്നെ ഞാൻ 300 രൂപ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാണ് അവരോട്. ഞാനും വരുവാ. എനിക്കും തിന്നണം, മന്തിയൊക്കെ തിന്നണം. അടിപൊളി അൽഫാം മന്തി. ഇന്ന് പപ്പനെ കൊണ്ട് ചെലവ് മുടിപ്പിക്കണം. പപ്പ എന്നെ അന്ന് അടിച്ചതല്ലേ. ഹലോ മഡ്രിഡ്, നമ്മളിവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇവിടെ മണ്ണാണ്. ഇത് നമുക്കിവിടെ ബേസ് ആക്കണമെങ്കിൽ ആക്കാം. ബേസ് വേണേ ആക്കാം. ഫലമായി ഇവിടെ ഒരു ബേസ് പണിയാനുള്ള സെറ്റപ്പ് പറയുന്നതാണ്. ഇത്രയും ചെറിയ ബേസ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്കി എപ്പിസോഡ് നമ്മൾ അടുത്ത ഇതിൽ അപ്ലോഡ് ചെയ്യും. കാരണം നമുക്ക് ഇത്രയും സ്റ്റോൺ കിട്ടിയില്ല മോനെ, നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഫുഡൊക്കെ സെറ്റ് ആക്കണം. അപ്പൊ ബാക്കി എപ്പിസോഡ് എന്തായാലും ഉണ്ടാവും. നമുക്ക് സ്റ്റോൺ വെക്കാനുള്ള പെട്ടി, അതുപോലെ സ്റ്റോൺ വെക്കാനുള്ള പെട്ടി എടുക്കുള്ളത് ആയാണ്. ഗോൾഡ് ഇവിടെ സ്റ്റോൺ, ഇവിടെ സ്റ്റോൺ ഇതിനകത്ത് 51 അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഈ അവസാനത്തെ വീഡിയോയിലേക്ക്. അപ്പം മറക്കാതെ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഇവിടെ ഫോളോ ചെയ്തിരിക്കണം. സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവില്ല, കാണിച്ചിട്ടുണ്ടാവും. അപ്പം മറക്കരുത്. ഓക്കെ, ടേക്ക് കെയർ, ബൈ. അപ്പം അടിച്ചു പൊളിക്കുക എല്ലാവരും. എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയുക. ഓക്കെ, ബൈ.